നിങ്ങൾ ഓതിയത് ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ എന്നാണ്. ഇപ്പൊ കുലൂഹു അനിയം മരിയാനാണ് നിങ്ങൾ ഓതിയത്. അപ്പൊ മൂപ്പരിനോട് പറയണ എന്തെന്നറിയോ, ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഓതിയത് നിങ്ങൾക്ക് തെളിയിക്കാനേ സാധ്യല്ലാന്നാ. കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു അനിയം മരിയാന്ന് പേരോട് ഓതിയെന്നാണ് മൗലവിയോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഓതിയെന്ന് മൗലവിയുടെ ജീവിതത്തിൽ തെളിയിക്കാൻ സാധ്യമല്ല. പച്ചക്കള്ളം പറഞ്ഞു. കണ്ടോ, പച്ചക്കള്ളം പറഞ്ഞതാന്നാ പറയണേ. ഞാൻ അങ്ങനെ ഓതിയിട്ടില്ല. എന്നാ കേട്ടോളൂ, അദ്ദേഹം ഓതിയത് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് മൂപ്പർ അങ്ങനെ ഓതിയത് കേട്ടോളൂ. ഞാൻ പറയുന്നതല്ലോ, കേട്ടോളൂ ആ ഭാഗം. നമ്മൾ മസ്കരി പറയണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞാൽ ഫഇൻ തിബ്നലക്കും, ഫഇൻ തിബ്നലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബ്നലക്കും മിൻ ഷൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരോഹിത മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഓതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങളുടെ ചെരുപ്പെടുക്കാൻ നമ്മൾ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചപ്പോ ആ വെല്ലുവിളി കാണിച്ചിട്ട് ശരിക്കും മൂപ്പരെ എടുത്ത വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ? ഞാൻ ചോദിച്ചത് ഫൈൻ തിബിന എന്നൊരായത്തുണ്ടോ എന്ന് കാണിക്കാനല്ല. ശരിക്കും എന്റെ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ. ഫൈൻ തിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കേണ്ടയില്ലല്ലോ. ഞാൻ ഓതിയതിൽ തന്നെ ഫൈൻ തിബിനലക്കും എന്നില്ലേ? ഫൈൻ തിബിനലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഫൈൻ തിബിനലക്കും എന്ന് പേരോട് നിങ്ങൾ ഓതിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫൈൻ തിബിനലക്കും മീൻ ഷൈഇൻ ഫകുലൂഹു അനിയം മരിയാന്ന് കാണിച്ചു തരാൻ പറ്റുമെന്നാണ് എന്റെ ചോദ്യം. അപ്പൊ മൂപ്പര് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഫൈൻ തിബിനലക്കും അവിടെ അങ്ങോട്ട് ക്ലിപ്പിട്ടിട്ട് വെല്ലുവിളിക്കണത് എടുക്കടോ ചെരുപ്പ്. കണ്ടോ ആ രംഗം? വെല്ലുവിളിക്കുന്നു പേരോടെ. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ആച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും, നോക്കോ, ഫൈൻ തിബിനലക്കും, എടുക്കടോ ചെരുപ്പ്. എടുക്കാൻ പറ്റില്ല മുസ്ലിയാരെ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഫൈൻ തിബിനലക്കും എന്ന് കാണിക്കാനില്ല. നിങ്ങൾ ഫൈൻ തിബിനലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു അനിയം മരിയാനാ ഓതിയത്. ഫൈൻ തിബിനലക്കും അൻ ഷൈഇൻ മിൻഹു നഫ്സൻ, അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഫൈൻ തിബിനലക്കും എന്ന് ഖുർആനിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നല്ല. അതിന്റെ അപ്പുറത്തുള്ള ഭാഗം നിങ്ങൾ കട്ട് വായിച്ചിട്ടുണ്ട്. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്ന ഭാഗം വായിച്ചിട്ടുണ്ട്. കേട്ടോ, രണ്ടും കൃത്യമായിട്ട് കണ്ടോളൂ. മൂപ്പരി മാർക്കിടുന്ന എവിടെയാണ്? ഫൈൻ തിബിനലക്കും. അത് ഞാൻ തന്നെ ഓതിയില്ലേ? അത് ഞാൻ തന്നെ നിങ്ങൾ ഓതി കൽപ്പിച്ചില്ലേ? ഫൈൻ തിബിനലക്കും എന്നല്ല വിഷയം. അൻ ഷൈഇൻ മിൻഹു നഫ്സൻ എന്നിടത്താണ് നമ്മുടെ പോയിന്റ്. അതിന് ഉത്തരം പറയാതെ ഫൈൻ തിബിനലക്കും എന്ന് സ്ക്രീനിൽ കാണിച്ച് റൗണ്ട് ഇട്ടിട്ട് എടുക്കടോ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുക്കുക? കാണിക്കണ്ടേ? നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞാൽ മറുപടിയാവോ?